പ്രാർത്ഥനയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് അഗർബതി. അതിന്റെ മാർക്കറ്റ് സാധ്യത മനസ്സിലാക്കിയ വിദ്യാർത്ഥി സംരംഭകരായ അതുൽ മനോജും ഹരികൃഷ്ണനും അതിന് വരുമാന മാർഗമാക്കാൻ തീരുമാനിച്ചു. കളമശ്ശേരി ITIയിലെ വിദ്യാർത്ഥികളാണ് ചന്ദനത്തിനി സംരംഭത്തിലൂടെ ശ്രദ്ധ നേടുന്നത്. ITIയിലെ സൗഹൃദം ബിസിനസ് പങ്കാളിത്തത്തിലേക്ക് വഴിമാറിയപ്പോൾ ഈ സുഹൃത്തുക്കൾ ചന്ദനത്തിനി സംരംഭത്തിലൂടെ പുതിയ മാതൃക കാട്ടുകയായിരുന്നു. കളമശ്ശേരി ഗവൺമെന്റ് ITIയിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇരുവരും. ലീപ്പിൻ്റെ ഒരു ക്ലാസ് കോളേജിലുണ്ടായി. അതിനകത്തേക്കൂടെ എങ്ങനെ ഒരു ബിസിനസ് മേക്ക് ചെയ്തെടുക്കാനുള്ള കുറേ ഐഡിയാസും കാര്യങ്ങളും ഉണ്ടായി. എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് ലീപ്പിൽ കൂടെ മനസ്സിലാക്കിയത്. സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം പ്രശ്നമില്ലാണ്ട് തന്നെ മൂവായി തുടങ്ങി. പിന്നെ സാർമാരെ നല്ല സപ്പോർട്ട് ഉണ്ടായി. പിന്നെ അഖിൽ സാർ അവരെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴായാലും എന്ത് സപ്പോർട്ടായാലും ചെയ്തു തരും. അത് കാരണം ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. മാർക്കറ്റിങ്ങിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ചേഞ്ച് ചെയ്ത് ഇറക്കാമെന്ന് ഞങ്ങൾ അന്വേഷിച്ച് ഈ ബ്ലാക്ക് ചന്ദനത്തിരി എന്നുള്ളത് മാറ്റി വൈറ്റ് സ്റ്റിക്കിലേക്ക് എത്തി. പിന്നീട് അതിൻ്റെ മെയിൻ ക്യാരക്ടറായ സ്മെല്ല് ചേഞ്ച് ചെയ്യാന്നുള്ളത് ആലോചിച്ചു. വെറൈറ്റി ടച്ചുള്ള സ്മെല്ലുകളാണ് ഞങ്ങൾ അന്വേഷിച്ചത്. അത് നോർത്ത് ഇന്ത്യ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കുറച്ചധികം സ്മെല്ലുകൾ, വെറൈറ്റി സ്മെല്ലുകൾ കിട്ടി. അത് ഞങ്ങൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് പുതിയൊരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ, പുതിയ വെറൈറ്റി പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ചന്ദനത്തിരി എത്തിച്ചത്. ഞങ്ങളുടെ കയ്യിൽ സ്മെല്ലായിട്ട് വരുന്നത് രജനീഗന്ധ, നാഗചമ്പ, കസ്തൂരി, അങ്ങനത്തെ വെറൈറ്റി സ്മെല്ലുകളാണ്. എല്ലാം ഒരു നാച്ചുറൽ ടച്ചുള്ള സ്മെല്ലുകളാണ്. ഈ സംരംഭത്തിനുള്ള ആശയം ഹരികൃഷ്ണന്റേതായിരുന്നു. കോവിഡ് കാലത്തെ അവസാനങ്ങളിൽ ഹരികൃഷ്ണനും ജയേഷ്ണനും നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു ഈ ചന്ദനത്തിരി ബിസിനസ്. ITIയിൽ എത്തിയപ്പോൾ ഹരിയുടെ സുഹൃത്തായ അതുലിനോട് ഈ ബിസിനസ് ആശയം പറയുമ്പോഴും ഒരുമിച്ച് ഒരു സംരംഭം എന്ന ചിന്ത ഉണ്ടായിരുന്നില്ല. പിന്നീട് അതുൽ നൽകിയ പ്രോത്സാഹനവും ആത്മവിശ്വാസവുമാണ് സംരംഭത്തിലേക്ക് നയിച്ചത്. 2 വർഷം മുമ്പ് നമ്മുടെ ഈ കൊറോണയൊക്കെ എൻ്റെ സമയത്താണ് ഞാൻ എൻ്റെ ചേട്ടനോട് ചന്ദനത്തിരിയുടെ ബിസിനസ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടി കുറേ കച്ചവടക്കാരെ കണ്ടുമുട്ടി. ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് സ്റ്റോപ്പ് വെച്ചാൽ ഞാൻ പഠിക്കാനായിട്ട് പോയി, പുള്ളിയുടെ ജോലിക്കായിട്ട് പോയി. അങ്ങനെ അത് ഡ്രോപ്പായി. പുള്ളി അത് സംഭവം ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ITIയിൽ ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ ഫ്രണ്ടിനോട് പറയുമല്ലോ കാര്യങ്ങളൊക്കെ. അത് കണക്കാനെ അതിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയുന്നു. പിന്നെ അതിൽ പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് ബിസിനസ് തുടങ്ങിക്കൂടാ, നമുക്ക് തുടങ്ങാം ബിസിനസ്സായിട്ട്, നമുക്ക് ചന്ദനത്തിനെ നോക്കാം, പഴയ പോലെ തന്നെ ഫുൾ നമുക്ക് അറിയാമല്ലോ, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം കുറേ കച്ചവടക്കാരെ കണ്ടിരിക്കുന്നു, പിന്നെ കുറേ പുറകെ പോകണം, കുറേ ഓടേണ്ടിയിരിക്കും. അപ്പം പറഞ്ഞ് അതിൽ പറഞ്ഞ് കുഴപ്പമില്ല, ചെയ്യാം, ഞാൻ കൂടെ ഉണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തീരുമാനിച്ചത് നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ നേരെ അമ്പലങ്ങളാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം അമ്പലങ്ങളിൽ നല്ലോണം തിരി പോകുന്നുണ്ട്. അപ്പോഴും ഓരോ ആഴ്ചയാണ് അവർക്ക് തിരികൾ ആവശ്യം വരുന്നത്. ആശയത്തെ സംരംഭത്തിലേക്ക് എത്തിക്കാൻ ഇരുവർക്കും തുണയായത് ലീപ് സംരംഭ പ്രോഗ്രാമാണ്. സംസ്ഥാനത്തെ 104 ഗവൺമെന്റ് ITIകളിലെ വിദ്യാർത്ഥികളിൽ സംരംഭകത്വവും പുതിയ കാലത്തെ കഴിവുകളും വികസിപ്പിക്കാൻ ലീപ് പദ്ധതി ലക്ഷ്യമിടുന്നു. ITIകളിൽ നിന്ന് ട്രെയിനി സംരംഭകരെ വളർത്തിയെടുക്കുകയും അവരെ പിന്തുണയ്ക്കുകയുമാണ് ലീപ് ചെയ്യുന്നത്.